കർത്താവിൽ പ്രിയമുള്ളവരെ, വിലാപങ്ങൾ 3:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ലമന്റേഷൻസ് ആൻഡ് ദ ടിയേഴ്സ് ഓഫ് ദ വേൾഡ്, വിലാപങ്ങളും ലോകത്തിന്റെ കണ്ണുനീരും എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 ചിന്തകൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ത്രൂ ദ ലോർഡ്സ് mercies were not consumed, because his compassions fail not. They are new every morning. Great is your faithfulness. The Lord is my portion, says my soul. Therefore I hope in him. The Lord is good to those who wait for him, to the soul who seeks him. It is good that one should hope and wait quietly. നാം നശിച്ചു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും അവിടുത്തെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങിൽ പ്രത്യാശ വെക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. 587 BC-യിൽ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. ദൈവജനത്തിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെയും കേന്ദ്രമായിരുന്നു യെരുശലേം ദേവാലയം. ദൈവാലയം തകർക്കപ്പെട്ടത് ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കി. ദ റൂയിൻ പ്രസൻസ് എ ഹ്യൂജ് ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. ദൈവം എവിടെയാണ്? ഇവിടെ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ കലാമിറ്റികളുടെ മധ്യത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ടോ? ഒരു ഉടമ്പടി സമൂഹമായി ഞങ്ങൾ എങ്ങനെ നിലനിൽക്കും? ഹൗ ടു സ്പീക്ക് ഓഫ് ദ ഫിഡിലിറ്റി ഓഫ് ഗോഡ് ടു ദ കവനന്റ് കമ്മ്യൂണിറ്റി. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 3 contains a theology of hope. It is the expression of trust that ultimately in the end the Lord shall redeem Lord's people. ഒന്നാമതായി ഇത് പ്രതിനിധാനം ചെയ്യുന്ന ആശയം പ്രാർത്ഥന സത്യസന്ധമായ ആത്മാവിഷ്കാരമാണ്. പ്രയർ ആസ് ട്രൂത്ത്ഫുൾനെസ്. പ്രാർത്ഥനയും പൊതുവായ ആരാധനയും സത്യസന്ധമായ ചോദ്യങ്ങളും ആത്മാവിന്റെ സ്പന്ദനവുമാണ്. വർഷിപ്പ് ഈസ് എബോവ് ഓൾ ട്രൂത്ത്ഫുൾനെസ്. അറ്റ് വർഷിപ്പ് ലെറ്റ് സഫറിംഗ് സ്പീക്ക് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഓൾ ട്രൂത്ത്. 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നീ എന്റെ കഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ എപ്പോഴും അവയോർത്തുരുകിയിരിക്കുന്നു. അത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. സത്യസന്ധമായ ചോദ്യങ്ങളും ആത്മാവിന്റെ ആവിഷ്കാരവും പ്രത്യാശയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നു. 2-ാമതായി ദ പവർ ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിന്റെ സൗഖ്യദായക ശക്തി. തോമസ് അക്വൈനാസ് എന്ന സഭാപിതാവ് പറയുന്നത്, തോമസ് അക്വൈനാസ് spoke of the gift of tears, the catharsis, the comfort and the renewal that can come from expressing deep grief. സത്യസന്ധമായി കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ അത് ഉള്ളിലുള്ള അനുഭവങ്ങളെ മാറ്റിമറിക്കുന്നതിന്, അത് ദൈവസന്നിധിയിൽ പുതിയ സൗഖ്യത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീർന്നു. Tears were a spiritual gift and grace. ജീവിതത്തിലെ ഒരു ആത്മീകമായ ശക്തിയും ഒരു കൃപയുടെ അടയാളവുമാണ് കണ്ണുനീരുകൾ. ജോൺ സോബറിനോ എന്ന ലാറ്റിൻ അമേരിക്കൻ ദൈവശാസ്ത്രകാരൻ സിവിൽ വാറിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഓൾ സഫറിംഗ് ഈസ് സീക്രട്ട്. എല്ലാ കഷ്ടതകളും കണ്ണുനീരുകളും
കയ്പുകളും ആത്മീകമായ സേക്രഡായ അനുഭവങ്ങളാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മളുടെ ആത്മാവിഷ്കാരങ്ങൾ വേദനയുടെ മധ്യത്തിൽ ഉയർത്തുകയും കണ്ണുനീരുകൾ ദൈവജനത്തിന്റെ ജീവിതത്തിലെ സൗഖ്യത്തിന്റെ ശക്തി കേന്ദ്രവുമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.